ഹൈ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ മെൻസുറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് പെരിമീറ്റർ ഫൈൻഡ് ചെയ്യുക, എങ്ങനെയാണ് ഏരിയ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ളത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചിരുന്നു. വാട്ട്സ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ? സ്ക്വയറിന്റെ ഏരിയ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തത്? സൈഡ് ഇൻറ്റു സൈഡ്. റെക്ടാംഗിൾ ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് പ്രോബ്ലംസും കൂടെ ചെയ്യാം. Okay, what is the first question? Find the area of a rectangle. Rectangle ന്റെ area find ചെയ്യണം. Whose length and breadth are 12 cm and 4 cm. Length 12 cm ആണ്, breadth 4 cm ആണ്. നമുക്കിതിന്റെ area find ചെയ്യണം. So what's the equation for finding the area of a rectangle? Area is equal to length into breadth. Length ഉം breadth ഉം multiply ചെയ്താൽ നമുക്ക് area കിട്ടും. So length എന്താ? 12 into breadth എന്താ? 4. 12 into 4 ചെയ്യാം. 4 2s are 8, 1 4s are 4, which is equal to 48 centimeter square. അല്ലെങ്കിൽ 48 square centimeter എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മളെ ഏരിയ എന്താ? 48 സെന്റിമീറ്റർ സ്ക്വയർ. ഒന്നുമില്ല അല്ലെ, നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട് റെക്ടാംഗിളിന്റെ. അപ്പൊ ഏരിയ ഫൈൻഡ് ചെയ്യാന് ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്യാം. വേറെ ഒന്നുമില്ല, സിമ്പിൾ ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഏരിയ കിട്ടും. സോ our answer is 48 centimeter square. Then what about this? Find the area of a square plot of side 8 meter. ഇനി നമുക്കൊരു സ്ക്വയർ ആണ് തന്നത്. സ്ക്വയറിന്റെ സൈഡ് തന്നിട്ടുണ്ട് 8 meter. സ്ക്വയറിന്റെ സൈഡ് തന്നത് 8 meter ആണ്. Then we want to find the area of this square. അപ്പൊ നമുക്ക് എന്താ ഇക്വേഷൻ അറിയാം? area is equal to, area of square is equal to side into side. Side into side, which is equal to, ഒരു നമുക്കറിയാം നമ്മളെ സ്ക്വയറിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഒരു സൈഡ് 8 ആണെങ്കിൽ 4 സൈഡ്സും 8 meter ആയിരിക്കും അല്ലെ. സോ 8 into 8, രണ്ട് സൈഡ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഏരിയ കിട്ടും. സോ 8 into 8 64 centimeter square. 64 centimeter square ആണ് നമ്മളെ ഈ ഒരു സ്ക്വയറിന്റെ എന്ത് ഏരിയ. അപ്പം സ്ക്വയറിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ ചെയ്യാ? രണ്ട് സൈഡ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു സൈഡ് എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് തന്ന സൈഡ് ഇൻറ്റു അത് തന്നെ ചെയ്യാം. അപ്പൊ 8 ആണ് തന്നത്, സോ 8 into 8 ചെയ്യാം. Then what's the next question? Area of a rectangular piece of cardboard is 36 square centimeter. അപ്പൊ ഒരു റെക്ടാംഗിൾ കാർഡ്ബോർഡ് ഉണ്ട്, അതിന്റെ ഏരിയ ആണല്ലേ തന്നത്. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ is equal to 36 square centimeter and its length is 9 centimeter. Length തന്നിട്ടുണ്ട് 9 centimeter. Length is equal to 9 centimeter. What is the width of the cardboard? അപ്പൊ നമുക്ക് ആ കാർഡ്ബോർഡിന്റെ വിഡ്ത്ത് കാണണം. ഇതാണ് കാണേണ്ടത്. അപ്പൊ അതിന് നമുക്ക് ബി എന്ന് എടുക്കാം. ഓക്കെ, ഇത് ബ്രെഡ്ത്ത് ആണ്. വിഡ്ത്തും ബ്രെഡ്ത്തും സെയിം ആണല്ലോ. അപ്പൊ ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഇതെന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. അപ്പൊ ഏരിയ തന്നിട്ടുണ്ട് 36 ആണ്, ലെങ്ത്തും തന്നിട്ടുണ്ട്. അപ്പൊ ലെങ്ത്തിന്റെ പ്ലേസിൽ 9, ബ്രെഡ്ത്ത് നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഏരിയ എന്താ? 36. സോ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ലെങ്ത്. അപ്പം ബ്രെഡ്ത്ത് കാണാൻ എന്താ? ഏരിയനെ ഡിവൈഡഡ് ബൈ ലെങ്ത് ചെയ്താൽ മതി. അപ്പൊ 36 ഡിവൈഡഡ് ബൈ 9 ചെയ്യാം. സോറി, 36 ഡിവൈഡഡ് ബൈ 9, which is equal to 4 centimeter. 4 centimeter square എഴുതോ? ഇല്ല, ഇത് ബ്രെഡ്ത്ത് ആണ്. അപ്പൊ നമ്മൾ സെന്റിമീറ്റർ എന്നാണ് എഴുതുക. ഏരിയ ആകുമ്പോഴാണ് അത് സ്ക്വയർ സെന്റിമീറ്റർ എന്നാവാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബ്രെഡ്ത്ത് 4 centimeter ആണെന്ന് കിട്ടി. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മളോട് എന്താ പറഞ്ഞത്? ലെങ്ത്തും തന്നിട്ടുണ്ട്, നമ്മളെ ഏരിയയും തന്നിട്ടുണ്ട്. വി വാണ്ട് ടു ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ കാർഡ്ബോർഡ്. അപ്പൊ വിഡ്ത്ത് കാണാൻ എന്താ ചെയ്യാ? ഏരിയനെ ഡിവൈഡഡ് ബൈ അതിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഏരിയനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മളെ ബ്രെഡ്ത്ത് കിട്ടും. ഇനി നമ്മളോട് ലെങ്ത് ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ നമ്മൾ ഏരിയനെ ബ്രെഡ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ലെങ്ത്തും കിട്ടും. ഓക്കെ, അപ്പൊ ഏരിയന്റെ ഫോർമുല ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ് റെക്ടാംഗിളിന്റെ. Then what about this one? Bob wants to cover the floor of a room 3 meter wide and 4 meter long by square tiles. അപ്പൊ സ്ക്വയർ ഉള്ള
സ്ക്വയറിന്റെ ടൈൽസുകൾ ഉണ്ട്. ഓക്കെ, ടൈൽസിന്റെ ഷേപ്പ് എന്താ? സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ബോബിന് എന്താണ്? ഒരു റൂമിന്റെ ഫ്ലോർ ഉണ്ട്. ഇതാണ് നമ്മളെ റൂമിന്റെ ഫ്ലോർ. അപ്പൊ ഇത് സ്ക്വയർ ടൈൽസ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്യണം. ഓക്കെ, ബോബിന് ഇത് സ്ക്വയർ ടൈൽസ് വെച്ചിട്ട് ഈ ഒരു ഫ്ലോർ കവർ ചെയ്യണം. അപ്പൊ റൂം 3 മീറ്റർ വൈഡ് ആൻഡ് 4 മീറ്റർ ലോങ് ആണ്. അപ്പൊ 3 മീറ്റർ വൈഡും 4 മീറ്റർ ലോങ്ങും. അപ്പൊ ലെങ്ത് റെക്ടാംഗിൾ ആയിരിക്കും എന്ത്? ആ ഒരു ഫ്ലോർ. ആ റെക്ടാംഗിൾ ഫ്ലോറില് ബോബിന് എന്ത് ചെയ്യണം? സ്ക്വയർ ടൈൽസ് ഇങ്ങനെ കവർ ചെയ്യണം വെച്ചിട്ട്. അപ്പൊ നമുക്ക് ലെങ്ത് തന്നത് 4 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് തന്നത് 3 മീറ്റർ ആണ് നമ്മളെ ഫ്ലോറിൻ്റെത്. ഓക്കെ, ദെൻ if each square tile is of side 0.5 meter, നമ്മുടെ ടൈൽസിന്റെ സൈഡ് എന്താ? 0.5 മീറ്റർ ആണ്. നമ്മുടെ ടൈൽസിന്റെ സൈഡ് 0.5 മീറ്റർ ആണ് തന്നത്. then find the number of tiles required to cover the floor of the room. അപ്പൊ ഈ ഒരു റൂമിന്റെ ഫ്ലോറിൽ, നമ്മളെ റൂമിന്റെ ഈ ഒരു ഫ്ലോറിൽ എത്ര ടൈൽസ് നമുക്ക് വേണ്ടി വരും എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളുടെ റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരു ഫ്ലോർ ആണ്. ആ ഫ്ലോറിൽ നമുക്ക് സ്ക്വയർ ഷേപ്പിലുള്ള ടൈൽസ് കവർ ചെയ്യണം ആ ഒരു ഫ്ലോറിൽ. അപ്പൊ നമുക്ക് ഈ ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഈ ഒരു ഫ്ലോറിൽ എത്ര സ്ക്വയർ ഷേപ്പിലുള്ള ടൈൽസ് നമുക്ക് വേണ്ടി വരും എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു ഇവിടെ ഫുൾ കംപ്ലീറ്റ് നോക്കാൻ നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യുക? പെരിമീറ്റർ ആണോ? അല്ല, നമ്മൾ ഏരിയ ആണ് അല്ലെ. കംപ്ലീറ്റ് ഈ ഒരു സ്പേസിന് നമ്മൾ ഏരിയ ആണ് ഫൈൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യം ഏരിയ ഓഫ് ഫ്ലോർ കാണാം. ഫ്ലോറിന്റെ ഏരിയ എന്തായിരിക്കും? ഫ്ലോറിന്റെ ഷേപ്പ് എന്താ? റെക്ടാംഗിൾ അല്ലേ? കാരണം ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലേ നമുക്ക് തന്നത്? റെക്ടാംഗിൾ ആയതുകൊണ്ട് നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യാം. ദാറ്റ് ഈസ് 4 × 3 which is equal to 12 മീറ്റർ. അപ്പൊ നമ്മളെ ഫ്ലോറിന്റെ ഏരിയ എത്രയാ? 12 മീറ്റർ ആണ്. ഇനി നമുക്ക് ടൈൽസിന്റെ ഏരിയ കാണണം. സോ ഏരിയ ഓഫ് 1 ടൈൽ, ഏരിയ ഓഫ് 1 ടൈൽ ഈസ് ഈക്വൽ ടു എന്ത് വരും? സ്ക്വയർ അല്ലേ നമ്മളെ ടൈൽസ്. അപ്പൊ സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല സൈഡ് ഇൻറ്റു സൈഡ്, സൈഡ് ഇൻറ്റു സൈഡ്. സോ സൈഡ് ഇൻറ്റു സൈഡ്, ഒരു സൈഡ് എത്രയാ നമുക്ക് തന്നത്? 0.5 മീറ്റർ. സോ 0.5 ഇൻറ്റു 0.5 എന്ത് വരും? 0.5 ഇൻറ്റു 0.5. 5 5s are 25, 2 2 0 0. അപ്പൊ എന്ത് വരും? 0.25 എന്ന് വരും അല്ലെ? 0.25 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് ഏരിയ ആയതുകൊണ്ട് മീറ്റർ സ്ക്വയർ, ഇതും ഏരിയ മീറ്റർ സ്ക്വയർ ആണ് വരും. മീറ്റർ ആണ് നമുക്ക് തന്നത്. ഓക്കെ, 0.25 മീറ്റർ സ്ക്വയർ എന്ന് തന്നു. അപ്പൊ ഏരിയ ഓഫ് ഫ്ലോറും ഏരിയ ഓഫ് ടൈലും നമ്മൾ കണ്ടില്ലേ? ബട്ട് വാട്ട്സ് അവർ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ നമ്പർ ഓഫ് ടൈൽസ്. എത്ര ടൈൽസ് വേണം എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഈ ഒരു ഫ്ലോറിൽ കവർ ചെയ്യാൻ, നമുക്ക് ഈ ഒരു റൂമിന്റെ ഫ്ലോറിൽ കവർ ചെയ്യാൻ എത്ര ടൈൽസ് വേണം? അപ്പം നമ്പർ ഓഫ് ടൈൽസ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടൈൽസ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ നമ്മളെ ഫ്ലോറിന്റെ ഏരിയനെ കൊണ്ട് നമ്മൾ ടൈൽസിന്റെ ഒരു ടൈൽസിന്റെ ഏരിയ ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എത്ര ടൈൽസ് ആണ് നമുക്ക് വേണ്ടത് എന്ന് കിട്ടും. അപ്പം ഏരിയ ഓഫ് ഫ്ലോർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 1 ടൈൽ. അപ്പൊ എന്താ നമ്മളെ ഏരിയ ഓഫ് ഫ്ലോറിന്റെ ഏരിയ എന്താ? 12 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 1 ടൈൽ എന്താ നമുക്ക് തന്നത്? 0.25. നമ്മൾ ഫൈൻഡ് ചെയ്തത് 0.25 ആണ്. ഇനി നമുക്ക് ഈ പോയിന്റ് പോക്കാൻ, നമ്മളെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട്? 2ഉം 5ഉം 2 നമ്പേഴ്സ് ആണല്ലേ ഉള്ളത്. അപ്പൊ നമുക്ക് 2 0 ഉള്ള 100 കൊണ്ടാണ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളെ പോയിന്റ് പോവും. 0.25 × 100 എന്ന് പറഞ്ഞാൽ എത്രയാ? 25. പോയിന്റ് പോക്കാനും വേണ്ടിയാണ് നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. ദെൻ വാട്ട് അബൌട്ട് 12 × 100? അപ്പൊ നമ്മൾ എന്താണോ ഡിനോമിനേറ്ററിൽ ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ന്യൂമറേറ്ററിലും ചെയ്യണ്ടേ? അതുകൊണ്ട് 12നെയും × 100 ചെയ്തു. സോ 12 × 100 എന്ന് പറഞ്ഞാൽ 1200. അപ്പൊ 1200 by 25 ചെയ്താൽ നമുക്ക് എത്ര ടൈൽസ് ആണ് വേണ്ടത് എന്നുള്ള ആൻസർ കിട്ടും. സോ 1200 ഡിവൈഡഡ് ബൈ 25 എന്ത് വരും? So 25 × 4
100. അപ്പം 100 ഇവിടെ എന്തുണ്ട് 20 ഉണ്ട് ബാലൻസ്, പിന്നെ ഒരു 0 കൂടെ. അപ്പൊ എന്ത് വരും 25 into 8 ചെയ്യുമ്പോ എന്ത് വരും 200. അപ്പൊ 5 8 48 8 into 25 200. അപ്പൊ നമുക്ക് എത്ര ടൈൽസാ വേണ്ടത് 48 ടൈൽസ്. 48 ടൈൽസ് വേണം നമുക്ക് ആ ഒരു റൂമിലെ ആ ഒരു ഫ്ലോർ കവർ ചെയ്യാൻ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. എന്തായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് ബോബിന് എന്താണ് റൂമിലെ ഫ്ലോറ് ടൈൽസ് കൊണ്ട് കവർ ചെയ്യണം. അപ്പൊ റൂമിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്, അതുപോലെ നമ്മൾ ടൈൽസിന്റെ സൈഡും തന്നിട്ടുണ്ട്. ടൈൽസ് സ്ക്വയർ ആണ്, റൂം റെക്ടാംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് ടൈൽസ് വേണ്ടി വരും ആ ഒരു റൂമിന്റെ ഫ്ലോർ കവർ ചെയ്യാൻ എത്ര ടൈൽസ് വേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എത്ര ടൈൽസ് വേണ്ടി വരും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മളെ ഫ്ലോറിന്റെ ഏരിയ കാണാം. ഫ്ലോർ റെക്ടാംഗിൾ ആയതുകൊണ്ട് അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്. അപ്പൊ നമുക്ക് 12 മീറ്റർ സ്ക്വയറിന് കിട്ടി. ദെൻ നമ്മളെ ടൈൽസ് സ്ക്വയർ ഷേപ്പ് ആണ്, അതിന്റെ ഏരിയ ഫൈൻഡ് ചെയ്തു. അതിന്റെ ഏരിയ നമുക്ക് കിട്ടിയത് സൈഡ് ഇൻറ്റു സൈഡ് ആണ് അല്ലെ സ്ക്വയറിന്റെ കാണാൻ. 0.5 into 0.5 നമുക്ക് എന്ത് കിട്ടി 0.25 മീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് എത്ര ടൈൽസ് വേണമെന്ന് കാണാൻ ഏരിയ ഓഫ് ദ ഫ്ലോർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 1 ടൈൽ ചെയ്തു. അപ്പൊ 12 by 0.25. പോയിന്റ് പോക്കാൻ നമ്മള് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 1200 ഡിവൈഡഡ് ബൈ 25 കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി 48 ടൈൽസ്. അപ്പൊ നമുക്ക് 48 ടൈൽസ് വേണം ആ ഒരു ഫ്ലോർ കവർ ചെയ്യാൻ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. Then what's the next one? Find the area in square meter of a piece of cloth 1 meter 25 centimeter wide and 2 meter long. നമ്മളോട് പറഞ്ഞത് സ്ക്വയറിന്റെ ഏരിയ കാണാനാണ്. ഫൈൻഡ് ദ ഏരിയ ഇൻ സ്ക്വയറിൽ നമുക്ക് ഏരിയ കാണാനാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അതില് ക്ലോത്തിന്റെ വൈഡ് ദാറ്റ് മീൻസ് ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 1 meter 25 centimeter. അതുപോലെ ലെങ്ത് തന്നിട്ടുണ്ട് 2 മീറ്റർ. അപ്പൊ ഇത് ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് അല്ലേ തന്നത്. അപ്പൊ ഇത് റെക്ടാംഗിൾ ആവും. ബട്ട് നമ്മളോട് ഇവിടെ ഏരിയ ഇൻ സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാല് സ്ക്വയർ മീറ്ററിലെ ഏരിയ കാണും. ദാറ്റ് മീൻസ് മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പം നമുക്കറിയാം റെക്ടാംഗിളിന്റെ ഏരിയ കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്. ബട്ട് ഇത് രണ്ടും സെയിം യൂണിറ്റിലാണോ? ലെങ്ത് മീറ്ററിലാണ് തന്നത്, ബ്രെഡ്ത്ത് മീറ്ററും സെന്റിമീറ്ററും കൂടെ കൂടിയിട്ടാണ് അല്ലേ തന്നത്. അപ്പൊ നമുക്ക് ഇതിനെയും മീറ്റർ ആക്കുമ്പോ എന്ത് വരും 1.25 മീറ്റർ അല്ലേ. 1.25 മീറ്റർ ബ്രെഡ്ത്തും മീറ്ററിലാക്കി, ലെങ്ത് ഓൾറെഡി മീറ്ററിലായിരുന്നു. അപ്പൊ ഇനി നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 into 1.25 എന്ത് വരും 2 into 1.25 1.25 into 2 2.50 എന്ന് വരും. 2.50 നമ്മളെ ഏരിയ ആണ്. അപ്പൊ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം സ്ക്വയർ മീറ്റർ. ഓക്കെ, 2.50 സ്ക്വയർ മീറ്റർ. അപ്പൊ ഒന്നുമില്ല, നമ്മളെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്, ബട്ട് രണ്ടും ഡിഫറെന്റ് യൂണിറ്റ്സിലാണ്. ലെങ്ത് തന്നത് മീറ്ററിലാണ്, ബട്ട് ബ്രെഡ്ത്ത് തന്നത് മീറ്ററും സെന്റിമീറ്ററും കൂടെ മിക്സ്ഡ് ആക്കിയിട്ടാണ്. അപ്പൊ നമ്മൾ അതിനെ മീറ്ററിലോട്ടാക്കി. അപ്പൊ 1.25 മീറ്ററിന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1.25 into 2 എന്ന് ചെയ്തു. സോ അവർ ആൻസർ ഈസ് 2.50 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 2.50 സ്ക്വയർ മീറ്റർ ആണ് നമ്മളെ ഏരിയ. Then what is the next question? Find the areas of the rectangles whose sides are. ഒന്നുമില്ല, സൈഡ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ലെങ്ത്തും തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. We want to find the area. അപ്പം ഏരിയ കാണാൻ എന്താ, ഏരിയ is equal to length into breadth. അപ്പം നമുക്കറിയാം ലെങ്ത് വലുതായിരിക്കും അല്ലെ. അപ്പൊ 21 എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പൊ 21 into 12 ചെയ്യാം. അപ്പൊ 21 into 12 1 2s are 2 2s are 4 1 1s are 1 1 2s are 2 2 5 2 252 എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമ്മളെ 252 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു റെക്ടാംഗിളിന്റെ ഏരിയ. 21 into 12 2 4 1 2. അപ്പൊ നമുക്ക് 252
മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. Then what about this one? ഇവിടെ 2 മീറ്ററും 70 സെന്റിമീറ്ററും ആണ് അല്ലേ തന്നത്. അപ്പൊ 1 മീറ്ററും 1 സെന്റിമീറ്ററും ആകുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് രണ്ടും സെയിം യൂണിറ്റിൽ, ഒന്നെങ്കിൽ 2 മീറ്ററിലാക്കുക അല്ലെങ്കിൽ 2 സെന്റിമീറ്ററിലാക്കുക. അപ്പൊ 2 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 2 മീറ്റർ എന്തായിരിക്കും? 200 സെന്റിമീറ്റർ. അപ്പം നമ്മളെ ലെങ്ത് 200 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് എന്താ 70 സെന്റിമീറ്ററും ആണ്. ഓക്കെ, അപ്പൊ നമ്മളെ ഏരിയ കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ എന്ത് വരും? 200 ഇൻറ്റു 70. 200 ഇൻറ്റു 70 ചെയ്യാം. 200 ഇൻറ്റു 70. 0 0 0 0 0 7 ഇൻറ്റു 2 14. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 14,000 ആണ് അല്ലെ. 7 ഇൻറ്റു 2 14ഉം 3 zeros. സോ 14,000. സോ അവർ ആൻസർ ഈസ് 14,000. നമ്മൾ സെന്റിമീറ്ററിലല്ലേ ചെയ്തേ. സോ നമുക്ക് ഏരിയ സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ മീറ്ററിലായത് 2 മീറ്ററിലായത് കൊണ്ട് മീറ്റർ സ്ക്വയർ. ഇവിടെ നമ്മൾ 2 മീറ്ററിനെ നമ്മൾ സെന്റിമീറ്റർ ആക്കി. സോ അവർ ആൻസർ ഈസ് 14,000 സെന്റിമീറ്റർ സ്ക്വയർ. Then what's the next question? Find the areas of the squares. ഇവിടെ നമുക്ക് സ്ക്വയറിന്റെ ഏരിയ ആണ് കാണേണ്ടത്. Whose sides are 14 centimeter. അപ്പൊ ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല സൈഡ് ഇൻറ്റു സൈഡ്, സൈഡ് ഇൻറ്റു സൈഡ്. സോ സൈഡ് ഈസ് 14. സോ 14 ഇൻറ്റു 14 ചെയ്താൽ നമുക്ക് സ്ക്വയറിന്റെ ഏരിയ കിട്ടും. സോ വാട്ട് ഈസ് 14 ഇൻറ്റു 14? 4 into 4 16. 1 4s are 4. 4 ലോട്ട് 1 ആഡ് ചെയ്യുമ്പോൾ 5. 1 4s are 4. 1 1s are 1. 6 9 1. എന്ത് കിട്ടി? 196 സെന്റിമീറ്റർ സ്ക്വയറിന് കിട്ടി അല്ലെ. ഇവിടെ 56 കിട്ടും. ഇവിടെ 1 4s are 4. 1 1s are 1. 6 9 1. 196 സെന്റിമീറ്റർ സ്ക്വയർ. Then what about this? ഇവിടെ 5 മീറ്റർ എന്നാണല്ലേ തന്നത്. അപ്പൊ ഒരു സൈഡ് 5 മീറ്റർ ആണെങ്കിൽ ഏരിയ കാണാൻ എന്താ ചെയ്യാ? ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്. 5 ഇൻറ്റു 5 വിച്ച് ഈസ് ഈക്വൽ ടു 25 മീറ്റർ സ്ക്വയർ. അപ്പൊ നമ്മുടെ ആൻസർ 25 മീറ്റർ സ്ക്വയറിന് കിട്ടും. കാരണം ഏരിയ ആണ്. അപ്പൊ നമ്മള് ഫോർമുലാസ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എന്നാലേ നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഏരിയ 14 സെന്റിമീറ്റർ ആയതുകൊണ്ട് 14 ഇൻറ്റു 14 ചെയ്തു. ഇവിടെ 5 മീറ്റർ ആയതുകൊണ്ട് 5 ഇൻറ്റു 5. കാരണം ഇതെന്താ? സ്ക്വയർ ആണ്. റെക്ടാംഗിൾ ആണെങ്കിൽ ഇങ്ങനെയാണോ? അല്ല, റെക്ടാംഗിൾ ആണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്യലാണ്. സ്ക്വയർ ആണെങ്കിൽ നമ്മൾ സൈഡ് ഇൻറ്റു സൈഡ് ആണ് ചെയ്യുക. Then what about this question? Length and breadth of 3 rectangles are given below. Length ഉം breadth 3 rectangle, 3 rectangle length ഉം breadth ഉം തന്നിട്ടുണ്ട്. What's our question? Which one has largest area? ഏതിനാണ് കൂടുതൽ ഏരിയ? And which one has the smallest? ഏതിനാണ് കുറച്ച് ഏരിയ? നോക്കാം. അപ്പൊ 3 എണ്ണത്തിന്റെ ഏരിയയും നമുക്ക് ഫൈൻഡ് ചെയ്യണം അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് 9 into 6. നമുക്കറിയാം ഏരിയ കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ എന്ത് കിട്ടും? 9 into 6 54. 54 മീറ്റർ ആയതുകൊണ്ട് മീറ്റർ സ്ക്വയർ. Okay, 54 meter square. Then what about this one? Second one, 17 into 3. Length into breadth ആണ് ചെയ്യുന്നത്. 17 into 3. 51 meter square. Then what about third rectangle? 4 into 14 ചെയ്താൽ മതി. 14 into 4. 56. അപ്പം 4 into 14 56 meter square. അപ്പൊ നമ്മൾ എല്ലാത്തിന്റെ ഏരിയയും സിമ്പിൾ ആയിട്ട് ഫൈൻഡ് ചെയ്തു അല്ലെ. ലെങ്ത്തും ബ്രെഡ്ത്തും തന്നാൽ ഒന്നുമില്ല. റെക്ടാംഗിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ 54, സെക്കൻഡ് വൺ 51, തേർഡ് വൺ 56. അപ്പൊ ഏതിനാണ് ലാർജസ്റ്റ് ഏരിയ? ഏതിനാ? സിക്കാണ് അല്ലെ ലാർജസ്റ്റ് ഏരിയ. സിക്കാണ് 56 meter square. സോ സി ആണ് ലാർജസ്റ്റ് ഏരിയ. ആൻഡ് വിച്ച് വൺ ഹാസ് ദ സ്മോളസ്റ്റ്? സ്മോളസ്റ്റ് ഏറ്റവും 51 അല്ലേ ഏറ്റവും ചെറുത് ഇതില്. അപ്പം ബിക്കാണ് ഏറ്റവും ചെറുത്. ഓക്കെ, അപ്പൊ 54, 51, 56 ആണ് ഏറ്റവും കൂടുതൽ സിക്കാണ്, ഏറ്റവും കുറവ് ബിക്കാണ്. ഓക്കെ, then what's the next one? The area of a rectangular garden is 50 meter long and is 300 square meter. Find the width of the garden.
നമ്മളോട് പറഞ്ഞത് ഏരിയ ഓഫ് എ റെക്ടാങ്കുലർ ഗാർഡൻ 50 മീറ്റർ ലോങ് ഈസ് 300 സ്ക്വയർ മീറ്റർ. അപ്പൊ നമ്മള് ഇതാണ് റെക്ടാങ്കുലർ ഗാർഡൻ, 50 മീറ്റർ ആണ് ലോങ്. ദാറ്റ് മീൻസ് ലെങ്ത് ഈസ് ഈക്വൽ ടു 50 മീറ്റർ. നമ്മളോട് എന്താ പറഞ്ഞത്? ഏരിയ സ്ക്വയർ മീറ്ററിൽ തരും. എപ്പോഴും ഏരിയ ആണ് സ്ക്വയർ മീറ്ററിൽ തരാം. 300 സ്ക്വയർ മീറ്റർ. Then we want to find the width of the garden. That means breadth കാണണം. അപ്പൊ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? What is the formula for finding area? Length into breadth അല്ലേ? അപ്പൊ breadth കാണാൻ ഏരിയ ഡിവൈഡഡ് ബൈ ലെങ്ത് ചെയ്താ പോരെ? യെസ്. അപ്പം 300 is equal to 50 into B. 300 divided by 50. 0 cancel ചെയ്താൽ 30 divided by 5 which is equal to 6. അപ്പൊ നമ്മളെ ബ്രെഡ്ത്ത് എത്രയാ? 6 മീറ്റർ. ഇനി നമ്മളെ ആൻസർ കറക്റ്റ് ആണോ നോക്കാം. ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 50 into 6 എന്ത് വരും? 300. അതന്നെയല്ലേ നമ്മളെ ഏരിയ? യെസ്. ഓക്കെ. അപ്പൊ ബ്രെഡ്ത്തോ ലെങ്ത്തോ ആണ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഏരിയ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? ലെങ്ത്തോ ബ്രെഡ്ത്തോ ചെയ്താൽ മതി. ക്ലിയർ? The next question. What is the cost of tiling a rectangular plot of land 500 meter long and 200 meter wide at the rate of rupees 8 per 100 square meter? അപ്പൊ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? നമുക്കൊരു റെക്ടാങ്കുലർ പ്ലോട്ട് ഉണ്ട്. നമ്മളോട് പറഞ്ഞത് കോസ്റ്റ് കാണാനാണ്. ഓക്കെ. പ്ലോട്ട് അതിന്റെ 500 മീറ്റർ ആണ് ലോങ്, ലെങ്ത് 500 മീറ്റർ, ബ്രെഡ്ത്ത് 200 മീറ്റർ. ഓക്കെ. നമുക്ക് റേറ്റ് തന്നിട്ടുണ്ട് പെർ 100 സ്ക്വയർ മീറ്റർ. ദാറ്റ് മീൻസ് 100 മീറ്റർ സ്ക്വയറിന് എത്ര റുപ്പീസാ? 8 ആണ്. 1 മീറ്റർ സ്ക്വയറിനല്ല, 100 മീറ്റർ സ്ക്വയറിന് 8 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. 500 into 200 എന്ത് വരും? 500 into 200 1 lakh എന്ന് വന്നു അല്ലെ? 5 into 2 10 ആണ്. then 1 2 3 4 zeros ഇട്ട് കൊടുക്കുക. ഓക്കെ. അപ്പം 5 into 2 10, പിന്നെ ഇവിടെയുള്ള 4 zeros ഇട്ട് കൊടുത്തു. അപ്പൊ 1 lakh എന്ന് കിട്ടി. ഓക്കെ. then നമുക്ക് ഏരിയ കണ്ടു 1 lakh ആണ്. ഇനി നമ്മളോട് കോസ്റ്റ് കാണാനല്ലേ പറഞ്ഞത്? സോ കോസ്റ്റ് നമ്മളോട് പറഞ്ഞത് 100 മീറ്റർ സ്ക്വയറിന് 8 റുപ്പീസ് ആണ് അല്ലേ? റുപ്പീസ് 8 അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 lakh മീറ്റർ സ്ക്വയറിന് എത്രയായിരിക്കും? 1 lakh മീറ്റർ സ്ക്വയർ ആണ് നമ്മളെ ഏരിയ. അപ്പൊ 1 lakh മീറ്റർ സ്ക്വയറിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 8 into 1 lakh divided by 100. ഓക്കെ. 100 മീറ്റർ സ്ക്വയറിന് 8 ആണെങ്കിൽ എന്താണ്? എന്ത് വരും? നമുക്ക് 1 lakh മീറ്റർ സ്ക്വയറിന് 8 into 1 lakh divided by 100 ചെയ്താൽ മതി. അപ്പൊ 0 cancel ചെയ്തു, 0 cancel ചെയ്തു. 8 into 1000 which is equal to 8000. അപ്പൊ റുപ്പീസ് 8000 ആണ് നമുക്ക് 1 lakh മീറ്റർ സ്ക്വയറിന്. ഓക്കെ. അപ്പം 1 സ്ക്വയർ മീറ്റർ നോക്കണം. നമുക്ക് 1 മീറ്റർ സ്ക്വയറിന്റെ റുപ്പീസ് അല്ല തന്നത്, 100 മീറ്റർ സ്ക്വയറിന്റെ റുപ്പീസ് ആണ് തന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഏരിയ 1 lakh മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഏരിയനെ ഇൻറ്റു 8 ചെയ്യുക, ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. കാരണം ഇവിടെ 100 മീറ്റർ സ്ക്വയറിനാണ് 8 റുപ്പീസ്, അതുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ 100 ചെയ്തത്. സോ 8 into 1000 is equal to 8000. So our cost of tiling a rectangular plot of land എത്രയാ? റുപ്പീസ് 8000 ആണ്. The next question. A room is 4 meter long and 3 meter 50 centimeter wide. ഇതാണ് നമ്മളെ റൂം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ റൂം 4 meter long ആണ്, ലെങ്ത് 4 meter ആണ്. ഇത് നമ്മളോട് പറഞ്ഞു ബ്രെഡ്ത്ത് 3 meter 50 centimeter ആണ്. ദാറ്റ് മീൻസ് വൈഡ്. അപ്പൊ അതിന് മീറ്ററിലോട്ട് ആക്കണ്ടേ? അപ്പൊ 3 meter 50 centimeter എന്ന് പറഞ്ഞാല് 3.50 മീറ്റർ. കാരണം ലെങ്ത് മീറ്ററിലാണ് തന്നത്, അപ്പൊ ബ്രെഡ്ത്ത് മീറ്ററിലോട്ടാക്കി.
Okay. Then how many square meters of carpet is needed to cover the floor of the room? അപ്പൊ നമ്മളെ റൂമിന്റെ ഫ്ലോറിൽ എത്ര സ്ക്വയർ മീറ്റർ ഓഫ് കാർപ്പറ്റ് വേണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ റൂമിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ഹൗ മെനി സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് കാർപ്പറ്റ് ഈസ് നീഡഡ് ടു കവർ ദ ഫ്ലോർ ഓഫ് ദ റൂം? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഏരിയ കാണുക. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 3.50. ഓക്കെ, അല്ലെങ്കിൽ സെന്റിമീറ്ററിലാക്കുമ്പോ എന്താവും? ഇത് 400 സെന്റിമീറ്റർ ആവും, ഇത് 350 സെന്റിമീറ്റർ ആവും. Then 3.50 into 4 0 14. അപ്പം എത്രയാ നമുക്ക് കിട്ടിയത്? 14 ആണ് ഏരിയ കിട്ടിയത്. 14 സെന്റിമീറ്റർ അല്ല, നമ്മൾ മീറ്ററിലാണ് ഫൈൻഡ് ചെയ്തത്. സോ 14 മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഏരിയ കാണാന് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്തു. ലെങ്ത് 4 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് 3.50 ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 14 മീറ്റർ സ്ക്വയറിന് കിട്ടി. സോ അവർ ഏരിയ ഈസ് 14 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ? What is the next question? A floor is 5 meter long and 4 meter wide. ഒരു ഫ്ലോർ ഉണ്ട്, ആ ഫ്ലോർ 4 meter ആണ് വൈഡ്. That means breadth 4 meter ആണ്. Then what about length? Length 5 meter ആണ്. Okay. A square carpet of shade 3 meter is laid. അപ്പൊ ഒരു സ്ക്വയർ കാർപ്പറ്റ് ഉണ്ട്, ആ സ്ക്വയർ കാർപ്പറ്റ് 3 meter ആണ്. ഓക്കെ, അതിന്റെ സൈഡ് 3 meter ആണ്. laid on the floor. ഈ ഫ്ലോറിൽ നമുക്ക് വെക്കണം. Find the area of the floor that is not carpeted. അപ്പൊ നമുക്ക് കാർപ്പറ്റ് ചെയ്യാത്ത അതിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം ഫ്ലോറിന്റെ ഏരിയ കാണുക. ഏരിയ ഓഫ് ഫ്ലോർ ഈസ് ഈക്വൽ ടു എന്ത് വരും? 5 into 4 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, കാരണം റെക്ടാംഗിൾ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 20 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഈ നമ്മളോട് പറഞ്ഞത് നമ്മള് സ്ക്വയർ കാർപ്പറ്റ് സൈഡ് 3 meter ആണ്. അപ്പൊ ഏരിയ ഓഫ് കാർപ്പറ്റ് സ്ക്വയറിലാണ്. അപ്പൊ സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല സൈഡ് ഇൻറ്റു സൈഡ് ആണ് അല്ലെ? ദാറ്റ് ഈസ് 3 into 3 വിച്ച് ഈസ് ഈക്വൽ ടു 9 meter സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മള് കാർപ്പറ്റിന്റെയും ഫ്ലോറിന്റെയും ഒക്കെ ഏരിയ കണ്ടു. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ ഫ്ലോർ ദാറ്റ് ഈസ് നോട്ട് കാർപ്പറ്റഡ്. അപ്പൊ കാർപ്പറ്റഡ് അല്ലാത്തതിന്റെ ഏരിയ കാണാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ ഓഫ് ദ ഫ്ലോറിന് ഏരിയ ഓഫ് കാർപ്പറ്റ് മൈനസ് ചെയ്യാം. കാർപ്പറ്റ് ചെയ്തത് മൈനസ് ചെയ്താൽ ബാക്കി നമുക്ക് കാർപ്പറ്റ് ചെയ്യാത്തത് കിട്ടില്ലേ? യെസ്. അപ്പൊ ഏരിയ ഓഫ് ദ ഫ്ലോർ 20 meter സ്ക്വയറിന് നമ്മൾ കാർപ്പറ്റിന്റെ ഏരിയ മൈനസ് ചെയ്യാം. സോ 9 meter സ്ക്വയർ മൈനസ് ചെയ്തു. സോ 20 9 പോകുമ്പോ ബാക്കി എന്തുണ്ടാവും നമുക്ക്? 11 meter സ്ക്വയർ അല്ലേ? 11 meter സ്ക്വയർ ആണ് എന്ത്? നോട്ട് കാർപ്പറ്റഡ്. ഇതാണ് നോട്ട് കാർപ്പറ്റഡ്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യന്റെ മീനിങ് നന്നായിട്ട് ശ്രദ്ധിക്കാൻ. നോട്ട് കാർപ്പറ്റഡ് ആണ് ചോദിച്ചത്. അപ്പൊ നമ്മളെ ഫ്ലോറിന്റെ ഏരിയ കാണുന്നു, നമ്മളെ കാർപ്പറ്റിന്റെ സ്ക്വയർ ഷേപ്പ് ആണ്, അതിന്റെ ഏരിയ കാണുന്നു. എന്നിട്ട് ഫ്ലോറിന്റെ നമ്മളെ കാർപ്പറ്റ് ചെയ്തത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദ ഫ്ലോർ ദാറ്റ് ഈസ് നോട്ട് കാർപ്പറ്റഡ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ, 11 meter സ്ക്വയർ. Then, what is the next question? 5 square flower buds, each of shade 1 meter. അപ്പം സ്ക്വയർ ഇങ്ങനെ 5 സ്ക്വയറിന്റെ ഇതാണ് ഉള്ളത്. ഓക്കെ, 5 ഉണ്ട്. അപ്പൊ ഒന്ന് 1 meter ആണ്. അപ്പൊ ഒക്കെ 1 meter അങ്ങനെ ആയിരിക്കും ഒരു സൈഡ്. അങ്ങനെ 5 square flower bud ആണ് ഉള്ളത്. ആർ ഡഗ് ഓൺ എ പീസ് ഓഫ് ലാൻഡ്. അപ്പൊ ഇതെന്താണ്? നമ്മളൊരു പീസ് ഓഫ് ലാൻഡിൽ ഡഗ് ചെയ്യാണ്. ആ പീസ് ഓഫ് ലാൻഡിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ലെങ്ത് 5 meter ആണ്, ബ്രെഡ്ത്ത് 4 meter ആണ്. ഓക്കെ, അപ്പൊ നമ്മളെ ഈ ഒരു സ്ക്വയർ ഫ്ലവർ ബെഡ് നമുക്ക് ഇതിൽ ഡഗ് ചെയ്യണം. ഓക്കെ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ലോൺ? അപ്പൊ നോക്കണം, റിമൈനിങ് പാർട്ട് ആണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? ദാറ്റ് ഈസ് നോട്ട് കാർപ്പറ്റഡ്. അതുപോലെ തന്നെയാണ് ഇത് റിമൈനിങ് പാർട്ട് ആണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഏരിയ ഓഫ് ഫ്ലവർ ബെഡ് കാണണം. ഏരിയ ഓഫ് ഫ്ലവർ ബെഡ് എന്താ? സ്ക്വയർ അല്ലേ? അപ്പൊ സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താൽ പോരെ? യെസ്, 1 meter into 1 meter വിച്ച് ഈസ് ഈക്വൽ ടു 1 meter സ്ക്വയർ.
ബട്ട് നമുക്ക് ഒരു സ്ക്വയർ ഫ്ലവർ ബെഡ് ആണോ ഉള്ളത്? അല്ലല്ലോ, നമുക്ക് 5 സ്ക്വയർ ഫ്ലവർ ബെഡ് ഇല്ലേ? അപ്പൊ നമ്മള് 5 സ്ക്വയറിന്റെ ഏരിയ, 5 സ്ക്വയർ ഫ്ലവർ ബെഡിന്റെ ഏരിയ എന്ന് പറഞ്ഞാല് 5 into 1 which is equal to 5 meters square. ഓക്കെ, അപ്പൊ 5 സ്ക്വയർ ബ്ലഡ് നമ്മൾ 5 സ്ക്വയർ ഫ്ലവർ ബെഡിന്റെതും കണ്ടു. ഓക്കെ, അപ്പൊ നമുക്ക് 5 സ്ക്വയർ ഫ്ലവർ ബെഡിന്റെ ഏരിയ 5 meters square എന്ന് കിട്ടി. ഒന്നിന്റേത് 1 ആണെങ്കിൽ 5 എണ്ണത്തിന്റെ 5 meters square. ഓക്കെ, ദെൻ ഈ നമ്മളെ പീസ് ഓഫ് ലാൻഡിന്റെ ഏരിയ കാണണ്ടേ? ഏരിയ ഓഫ് ലാൻഡ് is equal to എന്താ? ലെങ്ത് into breadth, that is 5 into 4 which is equal to 20 meters square. അപ്പൊ നമ്മൾ അതും കണ്ടു. ഇനി നമ്മളോട് ചോദിച്ചത് ഏരിയ ഓഫ് ദ റിമൈനിങ് പാർട്ട് ആണ്. അപ്പൊ ഏരിയ ഓഫ് റിമൈനിങ് പാർട്ട് ഈസ് ഈക്വൽ ടു റിമൈനിങ് പാർട്ട് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ ഒരു ലാൻഡിൽ നമ്മൾ ഈ ഫ്ലവർ ബെഡ് ഒക്കെ വെച്ചു. ഇനി ബാക്കിയുള്ളത് അറിയണമെങ്കിൽ നമ്മൾ ഈ ഒരു ലാൻഡിന്റെ ഏരിയന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? ഈ ഫ്ലവർ ബെഡ്സിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ പോരെ? യെസ്. അപ്പൊ ലാൻഡിന്റെ ഏരിയ 20 ആണ്, മൈനസ് സ്ക്വയർ ഫ്ലവർ ബെഡ്, നമ്മൾ 5 സ്ക്വയർ ഫ്ലവർ ബെഡിന്റെ ഏരിയ എത്രയാ? 5 meters square. അപ്പൊ 20 minus 5 which is equal to 15 meters square. അപ്പം ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 20 ആണ്, ഈ ഫ്ലവർ ബെഡിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ 20 5 സബ്ട്രാക്ട് ചെയ്തപ്പം 50 meters square ആണ് ബാക്കി റിമൈനിങ് പാർട്ട് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പ്ലിറ്റ് ദ ഫോളോയിങ് ഷേപ്സ് ഇൻടു റെക്ടാംഗിൾസ്. നമുക്ക് ഈ ഒരു ഷേപ്സ് തന്നിട്ടുണ്ട്, ഇതിനെ റെക്ടാംഗിൾസിൽ ആക്കാം. ആൻഡ് ഫൈൻഡ് ദെയർ ഏരിയാസ്. എന്നിട്ട് നമുക്ക് അതിന്റെ ഏരിയാസ് കാണണം. ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ഫസ്റ്റത്തെ ഫിഗർ നോക്കാം. ഈ ഒരു ഫിഗറിനെ നമ്മൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്താൽ പോലെ. അപ്പൊ 2 റെക്ടാംഗിൾ ആയില്ലേ? ഇതൊരു റെക്ടാംഗിൾ ആണ്, അതുപോലെ ഇതൊരു റെക്ടാംഗിൾ ആണ്. ഇനി നമുക്കറിയാം റെക്ടാംഗിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ അല്ലെ? റെക്ടാംഗിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്ത് 2 റെക്ടാംഗിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്ത് ആഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഫിഗറിന്റെ ഏരിയ കിട്ടില്ലേ? യെസ്. അപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇത് നമുക്ക് എ ബി സി ഡി എന്ന് കൊടുക്കാം. ഇത് ഇ എഫ് ജി. ഓക്കെ, അപ്പൊ ആദ്യം റെക്ടാംഗിൾ എ ബി സി ഡിന്റെ ഏരിയ, ഏരിയ ഓഫ് റെക്ടാംഗിൾ എ ബി സി ഡി, ദാറ്റ് മീൻസ് എ ബി സി ഡി. ഈ ഒരു റെക്ടാംഗിൾ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ? ടോട്ടൽ ആണ് 12, ദാറ്റ് ഈസ് എ ഇ ആണ് 12. ബട്ട് നമുക്ക് എ ഇ വേണോ? വേണ്ട, നമുക്ക് ഇതുവരെ മതി അല്ലെ? അപ്പം ബി സി മതി. ബി സി 10 ആണ്. ഓക്കെ, 10 അതാണ് ലെങ്ത്. ബ്രെഡ്ത്ത് എത്രയാ? 2. ഓക്കെ, ബ്രെഡ്ത്ത് 2. അപ്പൊ 10 into 2 which is equal to 20 centimeters square ആണ്. ഇനി അപ്പൊ റെക്ടാംഗിൾ എ ബി സി ഡി നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത റെക്ടാംഗിൾ ഡി ഇ എഫ് ജി നോക്കാം. ഏരിയ ഓഫ് റെക്ടാംഗിൾ ഡി ഇ എഫ് ജി, ദാറ്റ് മീൻസ് ജി ഇ എഫ് ജി എന്ന് പറഞ്ഞാൽ ഇത്. അപ്പൊ ഇതിന്റെ ലെങ്ത് എത്രയാ? ടോട്ടൽ ഇ എഫ് നോക്കിയാൽ മതി അല്ലെ? 10 into ബ്രെഡ്ത്ത് എത്രയാ? എഫ് ജി നോക്കിയാൽ മതി 2 which is equal to 20 centimeters square. അപ്പൊ 2 റെക്ടാംഗിളിന്റെയും ഏരിയ കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഷേപ്പിന്റെ ഏരിയ വരും എന്ത് വരും? ഏരിയ ഈസ് ഈക്വൽ ടു 2 റെക്ടാംഗിളിന്റെ ഏരിയയും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ 20 centimeters square plus 20 centimeters square which is equal to 40 centimeters square. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാത്ത ഒരു ഷേപ്പിന്റെ ഏരിയ കാണാൻ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്തു. അപ്പം ഏരിയ ഓഫ് ദി ഷേപ്പ് ഈസ് ഈക്വൽ ടു 40 centimeters square. ഓക്കെ, then what about second one? ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷേപ്പ്. ഈ സെക്കൻഡ് ഷേപ്പിന്റെ ഏരിയ നമ്മൾ എന്താ ചെയ്യും? ഇതിനെ സ്പ്ലിറ്റ് ചെയ്തൂടെ? 1 2 3 4. അപ്പൊ 1 2 3 4 5. ഇത് 5 സ്ക്വയർ അല്ലേ? അപ്പൊ ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടൂടെ? ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടിട്ട് അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 സ്ക്വയറിന്റെ ഏരിയ കിട്ടൂലേ? അതല്ലേ ഈ ഷേപ്പ്? യെസ്. അപ്പൊ ഏരിയ ഓഫ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? നമുക്കറിയാം സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 7 ഇത് 7 ഇതും 7 ആയിരിക്കും, ഇതും 7. സൈഡ് ഇൻറ്റു സൈഡ് ആണ് അല്ലെ? 7 into 7 49 centimeter square. അപ്പൊ ഒരു സ്ക്വയറിന്റേത് 49 ആണ്. അപ്പൊ ഇതും 49 ആവും, ഇതും 49 ആയിരിക്കും, ഇതും 49 ആയിരിക്കും, ഇതും 49 ആയിരിക്കും. അപ്പം
ഒന്നിൻ്റെത് 49 ആണെങ്കിൽ ഇവിടെ എത്ര സ്ക്വയർ ഉണ്ട്? 5 സ്ക്വയർ ഇല്ലേ? അപ്പൊ ടോട്ടൽ ഏരിയ നമ്മുടെ ഷേപ്പിന്റെ ഏരിയ 49 into 5. അപ്പൊ 49 into 5 ചെയ്യാം. 49 into 5 9 into 5 45. 4 5s are 20. 20 4 ആഡ് ചെയ്യുമ്പോൾ 24. അപ്പൊ എന്ത് കിട്ടി? 245 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമ്മൾ ഈ ഒരു ഷേപ്പിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 245 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, then what about this figure? ഇത് നമ്മളെ ടി പോലത്തെ അല്ലെ, നമ്മുടെ ടി ഷേപ്പ് ആണ്. ഇതിന്റെ ഏരിയ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? ഇതിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. 2 റെക്ടാംഗിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, 2 റെക്ടാംഗിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. നമുക്ക് നെയിം കൊടുക്കാം, കൺഫ്യൂഷൻ ഇല്ലാതെക്കാൻ. ABCD EFGH. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ABCD എന്ന് പറഞ്ഞ റെക്ടാംഗിളിന്റെ ഏരിയ കാണാം. ഏരിയ ഓഫ് റെക്ടാംഗിൾ ABCD എന്ത് വരും? ABCDന്റെ നമുക്കറിയാം റെക്ടാംഗിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ഇവിടെ ലെങ്ത് AB 5 ആണ്, ബ്രെഡ്ത്ത് BC 1 ആണ്, which is equal to 5 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്ത റെക്ടാംഗിൾ ഏതാ? EFGH. അപ്പൊ ഏരിയ ഓഫ് റെക്ടാംഗിൾ EFGH എന്ത് വരും? EG നോക്കിയാ പോരെ ലെങ്ത്തിന് 4 ഇൻറ്റു നമ്മളെ ബ്രെഡ്ത്ത് GH 1 അല്ലെ, 4 into 1 4 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ 2 റെക്ടാംഗിളിന്റെ കൂടെ ഏരിയ ആഡ് ചെയ്താൽ പോലെ ഈ ഒരു ഫിഗറിന്റെ ഏരിയ കിട്ടാൻ. സോ ഏരിയ ഓഫ് ദിസ് ഫിഗർ ഈസ് ഈക്വൽ ടു 5 + 4 which is equal to 9 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ അല്ലേ? അപ്പൊ ഫസ്റ്റത്തെ ഫിഗർ എന്താണ്? ഫസ്റ്റത്തെ ഫിഗർ ഇതായിരുന്നു L അല്ലെ. അപ്പൊ നമ്മൾ ഇതിനെ 2 റെക്ടാംഗിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇത് 2 റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടു. അപ്പൊ ഈ ഒരു ഫിഗറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2 റെക്ടാംഗിളിന്റെ ഏരിയ ആഡ് ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ നമ്മൾ ഇതായിരുന്നു, ഒരു പ്ലസ് സൈൻ ആയിരുന്നു അല്ലെ. അതിന് നമ്മൾ 5 സ്ക്വയേഴ്സ് ആക്കി, എന്നിട്ട് ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടു, എന്നിട്ട് 5 സ്ക്വയറിന്റെ ഏരിയ കാണാൻ into 5 ചെയ്തു. അപ്പൊ നമ്മൾ ഈ ഒരു ഫിഗറിന്റെ ഏരിയ കിട്ടി. ദെൻ തേർഡ് ഫിഗർ എന്ന് പറഞ്ഞാൽ ഒരു ടി ഷേപ്പ് ആയിരുന്നു അല്ലെ. അപ്പൊ അതിനെ നമ്മൾ 2 റെക്ടാംഗിൾ ആക്കി, എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു? 2 റെക്ടാംഗിളിന്റെ ഏരിയയും കണ്ടു. അപ്പൊ നമുക്ക് 5ഉം 4ഉം കിട്ടി. അത് രണ്ടും ആഡ് ചെയ്തപ്പം ഇതിന്റെ ഏരിയ കിട്ടി 9 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ ഷേപ്സിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാം. Then what's the next question? How many tiles whose length and breadth are 12 centimeter and 5 centimeter respectively will be needed to fit in a rectangular region whose length and breadth are respectively? അപ്പൊ നമുക്ക് റെക്ടാംഗുലർ റീജിയൻ തന്നിട്ടുണ്ട്. അപ്പം എയും ഉണ്ട് ബിയും ഉണ്ട്, 2 ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് ഇവിടെ. അപ്പം റെക്ടാംഗുലർ റീജിയനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 100ഉം 144ഉം ആണ് നമ്മളെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നത്. പിന്നെ ടൈൽസും തന്നിട്ടുണ്ട്, അതും എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും റെക്ടാംഗിൾ ആണ് തന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ എത്ര ടൈൽസ് വേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം ഏരിയ ഓഫ് ദ റീജിയൻ കാണണം, പിന്നെ ഏരിയ ഓഫ് ദ ടൈൽസ് കാണണം, എന്നിട്ട് ഏരിയ ഓഫ് ദ റീജിയൻ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 1 ടൈൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എത്ര ടൈൽസ്, നമ്പർ ഓഫ് ടൈൽസ് റിക്വയർഡ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഏരിയ ഓഫ് റീജിയൻ കാണാം. ഏരിയ ഓഫ് റീജിയൻ ഫസ്റ്റ് എന്റെ ആൻസർ ആണ്. ഏരിയ ഓഫ് റീജിയൻ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്, ദാറ്റ് ഈസ് 100 into 144. എന്ത് വരും? 144, 2 0 ആണ്. സോ നമുക്ക് 2 0 വരും. അപ്പൊ ഏരിയ ഓഫ് ദ റീജിയൻ നമുക്ക് 14,400 സെന്റിമീറ്റർ സ്ക്വയറിന് കിട്ടി. ഇനി ഏരിയ ഓഫ് ടൈല് കാണണം അല്ലെ. അപ്പൊ ടൈൽസിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും 12ഉം 5ഉം ആണ് തന്നത്. ഓക്കെ, 12ഉം 5ഉം ആണ് തന്നത്. എന്നിട്ട് നമ്മളോട് എത്ര ടൈൽസ് ആണ് എന്നാണ് ചോദിച്ചത്. 12ഉം 5ഉം. അപ്പൊ ഏരിയ ഓഫ് 1 ടൈൽ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. കാരണം ലെങ്ത്തും ബ്രെഡ്ത്തും തന്നുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു റെക്ടാംഗിൾ ആണ്. ഓക്കെ, അപ്പൊ 12 into 5 60. സോ 60 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇനി നമ്പർ ഓഫ് ടൈൽസ് റിക്വയർഡ് കാണണ്ടേ? യെസ്. അപ്പൊ നമ്പർ ഓഫ് ടൈൽസ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു, നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു അല്ലെ. ഏരിയ ഓഫ് റീജിയൻ ഡിവൈഡഡ് ബൈ
ഏരിയ ഓഫ് വൺ ടൈൽ. അപ്പൊ എന്തായിരുന്നു ഏരിയ ഓഫ് റീജിയൻ? 14,400. അപ്പൊ 14,400 ഡിവൈഡഡ് ബൈ 60. അപ്പൊ നമ്മൾ ഈ രണ്ട് സീറോയും ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി നമുക്ക് എന്തുണ്ട്? 1440 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പം 14 2 6 are 12 2 4 4 4 6 are 24. then നമുക്കൊരു സീറോ ഉണ്ട് അല്ലെ, അപ്പം 240. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 240. അപ്പൊ 240 ടൈൽസ് ആണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വേണ്ടത്. then what about second one? ബി ക്വസ്റ്റ്യൻ. ബിയില് നമുക്ക് ഏരിയ ഓഫ് റീജിയൻ വേറെയാണ് അല്ലെ. ഏരിയ ഓഫ് റീജിയൻ ഈസ് ഈക്വൽ ടു എന്താ? നമുക്ക് ബിയില് തന്നെ ലെങ്ത്തും ബ്രെഡ്ത്തും. ഏരിയ ഓഫ് റീജിയൻ ഈസ് ഈക്വൽ ടു 70യും 36ഉം. അപ്പം 70യും 36ഉം ആണ്. സോ 70 into 36. അപ്പൊ 70 into 36 ചെയ്യണം. അപ്പൊ 70 into 36 0 42 0 21 0 2 5 2 2520. ഓക്കെ, അപ്പൊ ഏരിയ ഓഫ് റീജിയൻ ഈസ് ഈക്വൽ ടു 2520 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഏരിയ ഓഫ് ടൈൽ സെയിം തന്നെയല്ലേ. അപ്പൊ റീജിയനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ളൂ, ടൈൽസ് എന്താ നമുക്ക് സെയിം ആണ്. അപ്പൊ നമ്പർ ഓഫ് ടൈൽസ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടൈൽസ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും? നമ്മളെ ഏരിയ ഓഫ് റീജിയൻ എന്താ? 2520 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് വൺ ടൈൽ മാറുന്നില്ല, റീജിയൻ മാത്രം മാറിയിട്ടുള്ളൂ. സോ 60 തന്നെയാണ്. അപ്പൊ 252 ഡിവൈഡഡ് ബൈ 6 ചെയ്യാം. സോ 4 6 are 24 2 6 are 12. സോ 42. സോ നമുക്ക് 42 ടൈൽസ് ആണ് വേണ്ടത് ഈ ഒരു റീജിയന്. ബി ക്വസ്റ്റ്യന് 42 ടൈൽസ്. ഓക്കെ, അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എന്തായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ? എത്ര ടൈൽസ് ആണ് വേണ്ടത് എന്നാണ്. ടൈൽസിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. 12 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും. ദെൻ നമുക്കൊരു റെക്ടാങ്കുലർ റീജിയനും തന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് റെക്ടാങ്കുലർ റീജിയൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ 100 സെന്റിമീറ്ററും 144 സെന്റിമീറ്ററും ആണ് ലെങ്ത്തും ബ്രെഡ്ത്തും തന്നത്. സെക്കൻഡ് വൺ 70യും 36ഉം ആണ്. അപ്പൊ എത്ര ടൈൽസ് ആണ് വേണ്ടത് എന്നുള്ളതിന് നമ്മൾ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഏരിയ ഓഫ് റീജിയൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്തു. പിന്നെ ഏരിയ ഓഫ് വൺ ടൈൽ ചെയ്തു. എന്നിട്ട് ഏരിയ ഓഫ് റീജിയൻ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് വൺ ടൈൽ ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ടൈൽസ് റിക്വയർഡ് 214 കിട്ടി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ടൈല് മാറുന്നില്ല, നമുക്ക് റീജിയൻ മാത്രമേ മാറുന്നുള്ളൂ. സോ 70യും 36ഉം മൾട്ടിപ്ലൈ ചെയ്താൽ ഏരിയ ഓഫ് റീജിയൻ കിട്ടും. എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ നമ്പർ ഓഫ് ടൈൽസ് റിക്വയർഡ് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ നമ്പർ ഓഫ് ടൈൽസ് റിക്വയർഡ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ സ്പ്ലിറ്റിംഗ് ദ ഫോളോയിങ് ഫിഗേഴ്സ് ഇൻടു റെക്ടാംഗിൾസ് ഫൈൻഡ് ദെയർ ഏരിയാസ്. നമുക്ക് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഇതിനെ റെക്ടാംഗിൾസ് ആയിട്ട് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഏരിയാസ് ഫൈൻഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഫിഗർ ഇതാണ് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് ഇവിടെ ഡ്രോ ചെയ്താൽ ഒരു റെക്ടാംഗിൾ ആയില്ലേ. ദെൻ ഇവിടെ ഡ്രോ ചെയ്താൽ ഒരു റെക്ടാംഗിൾ ആയി. ദെൻ നമുക്ക് ഇത് റെക്ടാംഗിൾ ആണോ? അല്ല. അപ്പൊ ഇവിടെ ഡ്രോ ചെയ്താൽ വേറൊരു റെക്ടാംഗിൾ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഡ്രോ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് ആണ്. അപ്പൊ അതിന്റെ ഏരിയ കാണാൻ കഴിയില്ല. നമുക്ക് റെക്ടാംഗിൾ, സ്ക്വയർ അങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്താലാണ് ഏരിയ. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ റെക്ടാംഗിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിന് നെയിം കൊടുക്കാം. ABCDEFGHIJKLM. ഓക്കെ, ഇനി നമുക്ക് 4 റെക്ടാംഗിൾസ് ഉണ്ട് അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് ഏരിയ ഓഫ് റെക്ടാംഗിൾ ABCD നോക്കാം. ABCD. അപ്പൊ ഇവിടെ നമുക്ക് എന്താ? ഇവിടെ നമുക്ക് 1 ആണ് തന്നിട്ടുണ്ട് അല്ലെ. ദെൻ ഇവിടെ നമുക്ക് 2 ആണ് തന്നിട്ടുണ്ട്. ഇത് 1 ആണ് തന്നിട്ടുണ്ട്. ദെൻ F മുതൽ H വരെ 2 ആണ്. അപ്പം ദെൻ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ഈ ഒരു ഭാഗം കാണണല്ലേ. അപ്പൊ ഇത് ടോട്ടൽ 4 ആണ് തന്നത്. അപ്പൊ ഇത് 3 ആണ്. അപ്പൊ ഇത് ടോട്ടൽ 4 ആണെങ്കിൽ ഇവിടെ 1 ആവൂലേ.
നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് ബി സി വേണം അല്ലെ, ബി സി ആയാലും മതി, എ ഡി ആയാലും മതി. ആ ലെങ്ത് നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഇവിടെ നമുക്ക് തന്നിട്ടില്ല. അപ്പം എ ഇ 1 ആണ് അല്ലെ, എ ഇ 1 ആണ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇ ഡി കാണണം. ഇ ഡി കാണാൻ നമ്മൾ എന്താ ചെയ്യാ, നമുക്ക് എഫ് എച്ച് 2 ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് എഫ് എച്ച് 2 ആണ്. അപ്പൊ 1 + 2 + ഇനി അപ്പൊ ഇതുവരെയുള്ളത് കിട്ടിയിട്ടുള്ളൂ, ഇനി ഇത് കിട്ടണം അല്ലെ. ദാറ്റ് മീൻസ് അതെന്താ, അത് നമുക്ക് ഇവിടെ എവിടെയും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്. ഓക്കെ, അപ്പൊ ഈ 4ഉം ഇവിടെ 3 ആണെങ്കിൽ ഈ ഒരു പാർട്ട് 1 ആയിരിക്കൂലേ? യെസ്, ഇത് 1 ആയിരിക്കും. ഇത് ജി വരും, എച്ച് വരും. ഓക്കെ, അപ്പം ഇത് 1. അപ്പൊ ടോട്ടൽ എത്രയായി? 4. അപ്പൊ നമ്മളെ ബി സി എന്ന് പറഞ്ഞാൽ നമുക്ക് 4 സെന്റിമീറ്റർ ആണ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 4 ഇൻറ്റു നമുക്കറിയാം ലെങ്ത്, ഏരിയ കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ലെങ്ത് 4 കിട്ടി. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ കാണണ്ടേ, എ ബി. അപ്പൊ നമുക്ക് അതെങ്ങനെ ഫൈൻഡ് ചെയ്യും? എ ബി ഇവിടെ നമുക്ക് ടോട്ടൽ 4 ആണ് അല്ലേ തന്നത്, ഇത് ടോട്ടൽ 4 ആണ്. ഇത് നമുക്ക് 3, ഇവിടെ 1 ആണ് തന്നിട്ടുണ്ട്. അപ്പം എ ബി കണ്ടാലും മതി, അല്ലെങ്കിൽ ഡി സി കണ്ടാലും മതി അല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഇവിടെ നമുക്ക് ഇത് 4 ആണ് തന്നിട്ടുണ്ട്, ഇത് 3 ആണ് തന്നിട്ടുണ്ട്. ഇത് 4ഉം ഇത് 3ഉം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ, ഇത് 1 ആക്കി കൂടെ? കാരണം 4ന്ന് 3 പോയാൽ ബാക്കി ഇവിടെ 1 അല്ലേ ഉണ്ടാവുക. അപ്പം ഇത് നമുക്ക് 4 ആണ്, ഇത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഇത് 3 ആണ് തന്നിട്ടുണ്ട്. അപ്പം ഇത് 3, ഇത് 4. അപ്പം 4 എന്ന് നമ്മൾ എന്ത് ചെയ്തു, 3 ചെയ്തു, 1. അപ്പം 4 × 1 വിച്ച് ഈസ് ഈക്വൽ ടു 4 cm². അപ്പം ഇത് 4ഉം 1ഉം ആണെന്ന് കിട്ടി. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് 4 ആണ് അല്ലേ. ഇവിടെ നമുക്ക് ഇവിടെ ടോട്ടൽ കെ സി, നമ്മളെ കെ സി ആണ് 4. നമ്മളെ ഈ കെ സി എന്ന് പറഞ്ഞത് 4 ആണ് കിട്ടി. ദെൻ വാട്ട് അബൌട്ട് ദിസ് വൺ? ഇത് 3 ആണ് കിട്ടി. അപ്പൊ നമ്മൾ നോക്കുക, ഇത് അപ്പം എന്തായിരിക്കും, ഇത് ടോട്ടൽ 3 ആണ്, ഇത് ടോട്ടൽ 4 ആണ്. നമുക്ക് ഈ ഒരു സൈഡ് ആണ് കാണേണ്ടത് അല്ലേ. അപ്പൊ നമ്മളെ ലെങ്ത് നമുക്ക് എത്ര കിട്ടി? 4 എന്ന് കിട്ടി. ഇനി ബ്രെഡ്ത്ത് കാണാൻ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 3 ആണ് തന്നിട്ടുണ്ട്, ഇവിടെ ടോട്ടൽ 4 ആണ് തന്നിട്ടുണ്ട്. അപ്പം ഇത് 1 ആണ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് ടോട്ടൽ 3, ഇത് നമ്മളെ ടോട്ടൽ 4. യെസ്, അപ്പൊ ഇവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇവിടെ 2 തന്നിട്ടുണ്ട്. ഇതായിരുന്നു നമ്മളെ ഫിഗർ അല്ലെ. അപ്പൊ ഇത് നമ്മൾ 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പം ഇവിടെ 1, ഇവിടെ 2, ഇനി ബാക്കി ഇവിടെ എന്ത് കിട്ടണം? ഈ ഒരു പ്ലേസ് കിട്ടണം. ഈ പ്ലേസ് കിട്ടാൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ 4 അല്ലേ ഉള്ളത്, ഇവിടെ നമുക്ക് 3 അല്ലേ ഉള്ളത്. അപ്പൊ ഈ 4ന്ന് 3 സബ്ട്രാക്ട് ചെയ്താൽ ഇവിടെ നമുക്ക് 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഈ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 + 2 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 4. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ദിസ് വൺ? ഇനി നമുക്ക് ഈ ഒരു പാർട്ട് നമുക്ക് 4 ആണ് കിട്ടിയത്. ഈ ഒരു പാർട്ട് നമുക്ക് 4 ആണ് അല്ലേ കിട്ടിയത്. ഈ ഒരു പാർട്ട് നമുക്ക് 4 ആണ് കിട്ടിയത്. അതുപോലെ ഈ ഒരു പാർട്ട് നമുക്ക് 3 ആണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഈ ഒരു പാർട്ട് 4ഉം ഈ ഒരു പാർട്ട് 3ഉം കിട്ടി. ഓക്കെ, ദെൻ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. ഈ ഒരു റെക്റ്റാങ്കിൾ ആണ് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ കൊടുക്കുന്ന നെയിം എന്താ? ABCD. അപ്പൊ ഇവിടെ ലെങ്ത് നമുക്ക് കിട്ടി 4 ആണ്. 4 ആണ് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് ബ്രെഡ്ത്ത് കിട്ടണം. അപ്പൊ ബ്രെഡ്ത്ത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമുക്ക് ടോട്ടൽ 4 ആണ്. അപ്പം ഇത് മുതൽ ഇത് വരെയാണ് നമുക്ക് 4. അപ്പം അത് നമുക്ക് ഈ ടോട്ടൽ 4 എന്ന് നമ്മൾ എന്ത് ചെയ്തു?
ഇത് നമുക്ക് ടോട്ടൽ 3 ആണ്, ഇത് നമുക്ക് ടോട്ടൽ 2 ആണ് അല്ലേ? ഇത് നമുക്ക് 3 ആണ് തന്നത്. അപ്പൊ ഇത് ടോട്ടൽ 4 എന്ന് ഈ നമ്മളെ 3 അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്തു. ഈ 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 എന്ന് പറഞ്ഞാല് നമ്മളെ ഇതുവരെയാണ് 3. അപ്പൊ ഇവിടെ എന്തുണ്ടായിരിക്കും? നമുക്ക് 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ 4 × 1 4 സെന്റിമീറ്റർ സ്ക്വയറിന് കിട്ടി. പിന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിനെ ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കി. അപ്പൊ ABCD കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് EFGD എന്ന് കൊടുക്കാം. അപ്പൊ ഏരിയ ഓഫ് EFGD എന്ത് വരും? ഇതാണ് നമ്മളെ ലെങ്ത് ED എത്രയാ? നമുക്ക് ഇവിടെ ഈ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 1 ഉം 3 ഉണ്ടായിരിക്കും. 3 × ഇവിടെ ഇതാണ് നമ്മളെ ബ്രെഡ്ത്ത്. അപ്പൊ അത് 3 × 3 which is equal to 9 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞത് ഇതാണ്. ഇത് നമ്മള് FG, ഇവിടെ നമ്മൾ പേര് കൊടുക്കാം HIJ. അപ്പൊ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ GHIJ. ഓക്കെ, അപ്പൊ അതിൻ്റെ എന്ത് വരും? നമുക്ക് ഇവിടെ നമുക്ക് IH ആണ് അല്ലെ ലെങ്ത് 2 ആണ്. ബ്രെഡ്ത്ത് എന്ത് വരും? ഇതാണ് നമ്മളെ ബ്രെഡ്ത്ത്. അപ്പൊ ഇത് 3 ആണ്, ഇത് ടോട്ടൽ 4 ആണെങ്കിൽ അത് 1 അല്ലേ ആവുക? സോ 2 × 1 2 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് ലാസ്റ്റ് റെക്റ്റാങ്കിളിന്റെ കൂടെ ഫൈൻഡ് ചെയ്യാം. ഇവിടെ നമുക്ക് K എന്ന് കൊടുക്കാം. JKLM. അപ്പൊ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ JKLM എന്ന് വന്നു. അപ്പൊ JKLM, അപ്പൊ JK അല്ലേ അഥവാ ML അല്ലേ നമ്മളെ ലെങ്ത്? അത് 3 ആണ്. ഇൻറ്റു നമ്മളെ ബ്രെഡ്ത്ത് എന്താ? KL 3 × 3 9 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ഇതൊക്കെ കൂടെ ആഡ് ചെയ്താൽ നമ്മളെ ഈ ഒരു ഫിഗറിന്റെ ഏരിയ കിട്ടും. സോ നമ്മളെ ഏരിയ ഓഫ് ദിസ് ഫിഗർ ഈസ് ഈക്വൽ ടു എന്ത് വരും? 4 + 9 + 2 + 9. 4 + 2 എന്ത് വരും? 6 + 9 + 9 18. 18ലോട്ട് 6 ആഡ് ചെയ്യുമ്പോൾ 19 20 21 22 23 24 എന്ന് വരും. സോ ഏരിയ ഈസ് ഈക്വൽ ടു 24 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, 4 × 1 എന്ന് പറയുമ്പോൾ 4. നമ്മളെ ഏരിയ നോക്കുക ABCD. അപ്പം നമ്മളെ ഇവിടെ ലെങ്ത് നമുക്ക് 4 സെന്റിമീറ്റർ ആണ്. അതുപോലെ നമ്മൾ ബ്രെഡ്ത്ത് നോക്കുക, ഇവിടെ 3 ആണ്, ഇവിടെ നമുക്ക് കിട്ടിയത് 4 ആണ് അല്ലെ? ഇവിടെ 3ഉം ഇവിടെ 4ഉം ആണെങ്കിൽ നമ്മളെ 4 എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയാണ്. Kയും Cയും ഇതാണ് നമ്മളെ 4. ഓക്കെ, ഇതാണ് നമ്മളെ 4. നമ്മളെ FE ആണ് നമ്മളെ 3. FE ആണ് നമ്മളെ 3. ദാറ്റ് മീൻസ് നമ്മൾ ഇങ്ങനെ ഡ്രോ ചെയ്യുമ്പോൾ ഇതാണ് നമ്മളെ 3 എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ നമ്മളിത് 2 ആണെങ്കിൽ നമ്മളെ ഏരിയ ഓഫ് ABCD, AB നമുക്ക് ഇവിടെ 4 ആണ് ടോട്ടൽ ഉള്ളത്. ഇവിടെ 4 ആണ് ടോട്ടൽ. അപ്പൊ നമ്മൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്താ? ഇതല്ല അല്ലെ 3. ഇവിടെ ഇങ്ങനെ കുറച്ചും കൂടെ പോകുമ്പോ 3 ആണ് നമ്മളെ 3 എന്ന് വരിക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ 3 എന്ന് വരിക. അപ്പൊ ഇവിടെ 1. ഓക്കെ, ടോട്ടൽ നമുക്ക് ഏരിയ ഈ ഒരു റെക്റ്റാങ്കിൾ ABCDയുടെയും ഈ റെക്റ്റാങ്കിൾ EFGDയുടെയും ഈ റെക്റ്റാങ്കിൾ GHIJയുടെയും ദെൻ റെക്റ്റാങ്കിൾ JKLMന്റേതും അങ്ങനെ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്തു? ഏരിയ കണ്ടു. അപ്പൊ എല്ലാത്തിന്റെയും ടോട്ടൽ ഏരിയ കണ്ടപ്പോ നമുക്ക് എന്ത് കിട്ടി? 24 സെന്റിമീറ്റർ സ്ക്വയറിന് കിട്ടി. ഓക്കെ, 24 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ഇവിടെ AB നോക്കുക. AB മേ ബി 2 ആണെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2 ആണെങ്കിൽ നമുക്കിത് 8 വരും. അപ്പൊ നമ്മളെ ഏരിയ 8 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പൊ നമ്മളെ ഫിഗർ നന്നായിട്ട് ശ്രദ്ധിക്കുക. ദെൻ വാട്ട്സ് ദ നെക്സ്റ്റ് ഫിഗർ? ഇവിടെ നമുക്ക് റെക്റ്റാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ റെക്റ്റാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ 2 ലൈൻ വരയ്ക്കുക. അപ്പൊ ഇത് റെക്റ്റാങ്കിൾസ് ആയില്ലേ? അപ്പൊ ആദ്യം നമുക്ക് ABCDന്റെ നോക്കാം. ABCDന്റെ ഇതെന്ത് വരും? ലെങ്ത് 3 ആണ്. അപ്പൊ ABCDന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് 3 ആണ്, ബ്രെഡ്ത്ത് 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, 3 സെന്റിമീറ്റർ സ്ക്വയർ.
ദെൻ അടുത്ത റെക്ടാംഗിൾ നോക്കുക BEFG. അപ്പം അടുത്തതിന്റെ ഏരിയ BEFG എന്ത് വരും? ലെങ്ത് എത്രയാ നമുക്ക് തന്നത്? 3 ആണ്. ബ്രെഡ്ത്ത് എത്രയാ തന്നത്? ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോ നമുക്ക് ഇവിടെ ടോട്ടൽ 3 ആണ് തന്നത് അല്ലെ, ഇവിടെ 2 ആണ് തന്നത്. അപ്പം ഈ ടോട്ടൽ 3 ആണ്, ഇവിടെ 2 ആണെങ്കിൽ ബാക്കി എവിടെ എന്തുണ്ടായിരിക്കും? 1 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ സ്ക്വയർ. ദെൻ അടുത്ത റെക്ടാംഗിൾ നമുക്ക് എന്ത് കിട്ടും? GHIJ ആണ് അടുത്ത റെക്ടാംഗിൾ. അപ്പൊ അടുത്ത റെക്ടാംഗിൾ GHIJ എന്ന് പറയുമ്പോ എത്ര വരും? ഇവിടെ ബ്രെഡ്ത്ത് 1 ആണ്, ലെങ്ത് എന്ത് വരും? ടോട്ടൽ 3 ആണ്. സോ 3 into 1 which is equal to 3 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമ്മളെ 3 റെക്ടാംഗിൾസിന്റെ നമ്മൾ ഫൈൻഡ് ചെയ്തില്ലേ? അപ്പൊ ഈ ഒരു ഫിഗറിന്റെ ഏരിയ എന്ത് വരും? ഏരിയ ഓഫ് ദിസ് ഫിഗർ ഈസ് ഈക്വൽ ടു 3 plus 3 plus 3 which is equal to 9 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, 3 plus 3 plus 3 which is equal to 9 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമ്മൾ ഈ ഒരു ഫിഗർ നന്നായിട്ട് ശ്രദ്ധിക്കുക, എന്നിട്ട് അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനത്തെ ഫിഗേഴ്സിൽ ഇവിടെ നമ്മളോട് പറഞ്ഞത് റെക്ടാംഗിൾ അല്ലെ, നമ്മളുടെ റെക്ടാംഗിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ റെക്ടാംഗിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ 4ഉം ഇവിടെ 3ഉം അല്ലേ. അപ്പൊ ടോട്ടൽ ഇതിന്റെ ഈ ഒരു ഷേപ്പിന്റെ ബ്രെഡ്ത്ത് എത്രയായിരിക്കും? 7 അല്ലെ. ടോട്ടൽ നമുക്ക് ഇവിടെ 7 ആണ് ടോട്ടൽ ബ്രെഡ്ത്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെ 4 റെക്ടാംഗിൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഈ ഒരു ഷേപ്പിന് നമ്മൾ എത്ര റെക്ടാംഗിൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്? നമ്മൾ ഈ ഒരു ഷേപ്പിനെ 3 റെക്ടാംഗിൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പൊ ഇതിനെ നമ്മൾ ഫസ്റ്റ് ഈ ഒരു റെക്ടാംഗിൾ, ദെൻ സെക്കൻഡ് ഈ ഒരു റെക്ടാംഗിൾ, തേർഡ് ഈ ഒരു റെക്ടാംഗിൾ, ദെൻ ലാസ്റ്റ് വൺ ഈ ഒരു റെക്ടാംഗിൾ, അങ്ങനെ 4 റെക്ടാംഗിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിന്റെ ഏരിയ, ഓരോ റെക്ടാംഗിൾസിന്റെ ഏരിയയും ഫൈൻഡ് ചെയ്തു. അപ്പം നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് കിട്ടി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിലുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് 3ഉം ഇവിടെ നമുക്ക് 4, ടോട്ടൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 7 ആണ് കിട്ടുന്നത്. ബട്ട് ഇവിടെ നമുക്ക് 3 അല്ലേ കിട്ടുന്നത്. അപ്പൊ ഈ 3 ആണ് ഇവിടെ 2 അല്ലേ, ഈ 3ഉം ഇവിടെ 2 ആണ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പം ഇവിടെ 2 ഇവിടെ 3 അല്ലെ. ഇവിടെ 2ഉം ഇവിടെ 3ഉം ആണെങ്കിൽ ഇവിടെ വരെ 5 ആണ്. അപ്പൊ ഇവിടെ വരെ 5 ആണ് അല്ലെ. ഇവിടെ നമുക്ക് ടോട്ടൽ എത്ര? 7 അല്ലേ, 7 ആണ്. അപ്പം 5 എന്ന് നമ്മൾ 7 പോക്കുമ്പോ നമുക്ക് എത്ര കിട്ടും? സോറി, 7 5 പോയാൽ 2. അപ്പൊ ഇവിടെ നമുക്ക് 2 ആണ് കേട്ടോ, സോറി. അപ്പൊ നമ്മൾ ഇവിടെ 4 into 2 ആണ് വരിക. അപ്പൊ ഇവിടെ 8 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ 28 എന്നാണ് കിട്ടുക. 6 plus 18 അല്ല, നമുക്ക് ഇവിടെ 8 ആണ് കിട്ടുക. സോ ഇത് 8 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് വരും? 10 plus 18 വരും, which is equal to 28 സെന്റിമീറ്റർ സ്ക്വയർ. 10 plus 8 which is equal to 28 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമ്മള് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമ്മളെ ഫിഗറിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ വിചാരിക്കും 1 ആണെന്ന് അല്ലെ. അതെങ്ങനെ? ഇവിടെ 4ഉം 3ഉം സബ്ട്രാക്ട് ചെയ്താൽ 1 ആണെന്ന് വിചാരിക്കും. ബട്ട് 4 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പാർട്ടാണ്, 3 എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടാണ്. ബട്ട് നമുക്ക് എങ്ങനെ ഇവിടെ 2 എന്ന് കിട്ടി? ഇവിടെ നമുക്ക് 2 ആണ് അല്ലെ, ഇവിടെ നമുക്ക് 2 ആണ്, ഇവിടെ നമുക്ക് 3 ആണ്. അപ്പൊ ഈ 2ഉം 3ഉം ഇത്രയും പാർട്ട് എന്താണ്? 5 ആണ് അല്ലെ. ഇനി ഇവിടെ നമുക്ക് 3 ആണ്, ഇവിടെ നമുക്ക് 4 ആണ്. അപ്പൊ ഈ ഒരു ഫുൾ ലെങ്ത് എന്താ? 7 ആണ്. അപ്പം ഈ ഫുൾ ലെങ്ത് 7 ഈ 5 സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ 7 നമ്മൾ 5 സബ്ട്രാക്ട് ചെയ്താ ബാക്കി നമ്മൾ ഈ ഒരു റിമൈനിങ് പാർട്ട് കിട്ടിയില്ലേ, ആ റിമൈനിങ് പാർട്ടാണ് 2. അപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമ്മളെ ABCDന്റെ ബ്രെഡ്ത്ത് 2 ആണ് കിട്ടുന്നത്. സോ 4 into 2 is equal to 8 സെന്റിമീറ്റർ സ്ക്വയറിന് കിട്ടും. അങ്ങനെ നമ്മുടെ ആൻസർ 28 സെന്റിമീറ്റർ സ്ക്വയറിന് കിട്ടും. ബട്ട് ഈ ഒരു ഫിഗർ നമുക്ക് സിമ്പിൾ ആണ് അല്ലെ. 3 റെക്ടാംഗിൾസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3 തന്നിട്ടുണ്ട്, ഇവിടെ 2, 1, അങ്ങനെ ഓരോന്നിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഓൾറെഡി ഗിവൺ ആണ്. അപ്പം ഇങ്ങനത്തെ ഫിഗേഴ്സ് വരുമ്പോൾ ശ്രദ്ധിക്കുക. ലെങ്ത്തും ബ്രെഡ്ത്തും തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കിയിട്ട് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്.
അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു? നമ്മൾ മെയിൻ ആയിട്ട് ഏരിയയും പെരിമീറ്ററും അല്ലെ, ഏരിയയും പെരിമീറ്ററും ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇനി നമുക്ക് ഹയർ ക്ലാസ്സസിലൊക്കെ ഏരിയയും പെരിമീറ്ററും ഫൈൻഡ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പൊ സ്ക്വയറിന്റേത്, റെക്ടാങ്കിളിന്റെ ഏരിയയും പെരിമീറ്ററും ഒക്കെ ഫൈൻഡ് ചെയ്യാനുള്ളതും, ഏത് ഫിഗർ തന്നാലും പെരിമീറ്റർ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യാം? എല്ലാ സൈഡ്സും ആഡ് ചെയ്യാം. അപ്പൊ ഇത്രയും നമ്മൾ അതിന്റെ ഫോർമുലാസ് ഒക്കെ പഠിച്ചു അല്ലെ. റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാനുള്ള എന്താ? 2 × L+B. സ്ക്വയർ ആണെങ്കിൽ 4 × ലെങ്ത് ഓഫ് വൺ സൈഡ്. റെഗുലർ ഷേപ്സ് ആണെങ്കിൽ അതിന്റെ സൈഡ്സിന് ഇൻറ്റു ലെങ്ത് ഓഫ് വൺ സൈഡ് ചെയ്താൽ മതി. ദെൻ ഏരിയ ആണെങ്കിലോ സ്ക്വയറിന്റെ ഏരിയ സൈഡ് ഇൻറ്റു സൈഡ്, റെക്ടാങ്കിൾ ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ സിമ്പിൾ ആണ്, എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പെരിമീറ്ററും ഏരിയയിലും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, താങ്ക് യു.